ഹായ് ഫ്രണ്ട്സ്, ഹിസ്റ്റോറിക്കൽ പ്ലേസസ് വിസിറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന അൽഹസ കേവ്. അൽഹസ കേവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൺ ഓഫ് ദി മോസ്റ്റ് യൂണിക് ജിയോളജിക്കൽ ആൻഡ് കൾച്ചറൽ ലാൻഡ്മാർക്ക് ഓഫ് സൗദി അറേബ്യ എന്ന് തന്നെ പറയാം. ഏകദേശം 2.5 മില്യൺസ് പഴക്കമുള്ള ഈ കേവ് ആൻഡ് മൗണ്ടനെ കുറിച്ച്. റിയാദിൽ നിന്ന് പോകുമ്പോൾ ഏകദേശം 3.5 മണിക്കൂർ ട്രാവലിംഗ് ടൈം വരുന്നുണ്ട്. എന്നാൽ ദമാമിൽ നിന്ന് പോകുന്നവർക്ക് 1.5 മണിക്കൂറാണ് ട്രാവലിംഗ് ടൈം വരുന്നത്. ഒരുപാട് പഴക്കമുള്ള ഈ കേവിന് ഒരുപാട് ഡിഫറെൻറ്റ് നെയിംസ് ഉണ്ട്. കേവ് അറ്റ് ജേബൽ അൽഖുറ മൗണ്ടെയിൻ, ജേബൽ മൗണ്ടെയിൻ, ഹഫൂഫ് കേവ്, അൽ ഷബബ് കേവ്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് ജൂദാസ് കേവ് എന്നും ഇത് പറയപ്പെടുന്നുണ്ട്. എൻട്രൻസ് ടിക്കറ്റ് വരുന്നുണ്ട്. ഒരാൾക്ക് 50 റിയാലാണ് എൻട്രൻസ് ചാർജ് വരുന്നത്. വിസിറ്റേഴ്സിന് വേണ്ടിയിട്ട് അവർ വാഷ്റൂമും റെസ്റ്റോറൻറ്റുകളും നല്ല പാർക്കിംഗ് സ്പേസും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏത് ക്ലൈമറ്റിൽ പോയാലും നിങ്ങൾക്കിവിടെ എൻജോയ് ചെയ്യാൻ സാധിക്കും. എന്നാലും ചൂട് ക്ലൈമറ്റിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ മോർണിംഗ് ടൈം അല്ലെങ്കിൽ ഈവനിങ് ടൈം പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. കേവിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു കൂൾ ടെമ്പറേച്ചർ ആയിരിക്കും എപ്പോഴും ഫീൽ ചെയ്യുന്നത്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന രീതിയാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇതിവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. ഉള്ളിലോട്ട് പോകുമ്പോൾ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും മറ്റും ഉള്ളതുകൊണ്ട് നന്നായിട്ട് ഉൾവശം കാണാനും അതുപോലെ തന്നെ പിക്ചേഴ്സ് എടുക്കാനും സാധിക്കും. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അൽഹസ കേവ് വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസ് ടു വിസിറ്റ് ഇൻ സൗദി അറേബ്യ എന്ന് തന്നെ പറയാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.